5401 വോട്ടുകൾക്കാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സ്വന്തം നാട്ടിൽ പോലും മറിച്ചിടാൻ അല്ലെങ്കിൽ ഒന്ന് ദുർബലപ്പെടുത്താൻ വഴിയിൽ തടസ്സമുണ്ടാക്കാൻ കാര്യമായി കഴിഞ്ഞിട്ടില്ല LDF സ്ഥാനാർത്ഥി M സ്വരാജിന് എന്നതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. അതുകൊണ്ട് UDFന് ഭയാശങ്കകളില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന സിറ്റുവേഷൻ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള നഗരസഭയിലേക്കുള്ള പ്രവേശനമാണ്. 5401 UDFന് 5156 വോട്ടിന് 5156 വോട്ട് പോട്ടെ, അതിന്റെ കണക്കിലേക്ക് വരാം. 5401 വോട്ടിനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. 7ാം റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. 8ാം റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അസ്ലമിന് വേണം 8ാം റൗണ്ടിന്റെ പ്രത്യേകതകൾ നമുക്കറിയാൻ. 8ാം റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ലീഡ് ഇനിയും കുറയും. ഇപ്പോഴത്തെ കാഴ്ച കണ്ടത് 72 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. ലീഡ് നില കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അസ്ലം ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് കുറയാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? ഇത് എടക്കരയിൽ 1000 വോട്ട് പ്രതീക്ഷയെടുത്ത് 1200ഓളം വോട്ടുകൾ ശേഖരിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എടക്കരയിൽ ഒരു പ്രതീക്ഷ കാത്തുവെച്ചു. പോത്തുകല്ലിൽ M സ്വരാജിന്റെ പഞ്ചായത്താണെങ്കിൽ പോലും അവിടെ ഒരു 1500ഓളം വോട്ട് ഭൂരിപക്ഷം അവർ പ്രതീക്ഷിച്ചിരുന്നു. അതേസമയം ഇപ്പോൾ പോത്തുകല്ലിലേക്ക് എത്തിയപ്പോൾ UDFന്റെ വോട്ട് കുറയുന്നതാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ സ്വരാജ് ഒരു വലിയൊരു വെല്ലുവിളി ഉയർത്തി എന്ന് വേണം ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഈ എട്ടാമത്തെയും 9ാമത്തെയും റൗണ്ടുകളാണ് പോത്തുകല്ലിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ പോത്തുകല്ലിൽ 1500 വോട്ടിന്റെ ഭൂരിപക്ഷം UDF പ്രതീക്ഷിച്ചെടുത്ത് സ്വരാജ് വലിയ വെല്ലുവിളി ഉയർത്തും. എന്ന് പറഞ്ഞാൽ സ്വരാജ് ആദ്യമായിട്ട് ഒരുപക്ഷെ UDFന്റെ ലീഡ് കുറയ്ക്കുന്നതിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ LDF UDF തമ്മിലുള്ള മത്സരത്തിലേക്ക് ഈ ഘട്ടത്തിൽ പോത്തുകല്ല് 3 റൗണ്ട് എണ്ണുന്നില്ലേ? അപ്പോൾ 3 റൗണ്ടിൽ ഇപ്പോൾ നേടിയ നില തുടർന്നാൽ പോലും അവരെ പ്രതീക്ഷിക്കുന്ന ഒരു വോട്ട് കിട്ടില്ലേ? കിട്ടില്ല, കിട്ടുമെന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം 1500 ഉണ്ടെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ 500എങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് വരേണ്ടതാണ്. രണ്ടാമത്തെ റൗണ്ടിൽ 500, അങ്ങനെ 1000 ശരാശരി വെച്ചിട്ട് 800 വെച്ചെങ്കിലും ഭൂരിപക്ഷത്തിൽ വരേണ്ടതാണ്. അപ്പോൾ 8, 9, 10 എത്തുമ്പോൾ ശരിക്കും 1500 ഭൂരിപക്ഷം വരണം. പക്ഷേ പോത്തുകൽ എന്ന് പറയുന്നത് VS ജോയിയുടെ നാടെന്നോടൊപ്പം തന്നെ M സ്വരാജിന്റെ നാട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അദ്ദേഹത്തിന് വ്യക്തിഗത കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എടക്കരയെ കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ഒരുപക്ഷെ പോത്തുകല്ലിൽ കഴിയുമ്പോൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ എണ്ണം കുറയും. അത് അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ അടുത്തത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് മുന്നേ ചുങ്കത്തറ എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്. ചുങ്കത്തറയിൽ UDF മേൽക്കൈ പ്രതീക്ഷിക്കുന്ന പഞ്ചായത്താണ്. അവിടെ കൂടി ഒരുപക്ഷെ അവർക്ക് ആ ഭൂരിപക്ഷം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കഴിയുമ്പോൾ ഇതിന്റെ ചിത്രം മാറുമെന്ന് തന്നെ പറയേണ്ടി ഒരു നിഷാദ്.